2024 128 സിനിമകൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിക്ക് മുന്നിലേക്ക്. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയതും ബോക്സ് ഓഫീസിൽ കോടികൾ വാരിക്കൂട്ടിയതുമായ 2024 128 സിനിമകൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രാഥമിക ജൂറി സിനിമകൾ കണ്ടു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. കാൻ ചലച്ചിത്രമേളയിൽ പാംദിയോർ നേടി അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച ഓൾ വി ഇമേജിനസ് ലൈറ്റ്, മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം, മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ്, മലൈക്കോട്ടെ വാലിബൻ എന്നീ ചിത്രങ്ങളാണ് പട്ടികയിലുള്ളത്. ഒപ്പം മലയാളത്തിൽ നിന്ന് ആദ്യമായി 200 കോടി ക്ലബിൽ കയറിയ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, മാർക്കോ, ഫെമിനിച്ചി ഫാത്തിമ അടക്കമുള്ള ചിത്രങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, വിജയരാഘവൻ, ആസിഫ് അലി, ടൊവിനോ തോമസ് തുടങ്ങിയവരാണ് മികച്ച നടന്മാരുടെ പട്ടികയിലുള്ളത്. കന്നി കുസൃതി, അനശ്വര രാജൻ, ജ്യോതിർമയി തുടങ്ങിയവർ മികച്ച നടിക്കായി മത്സരിക്കുന്നുണ്ട്. പ്രാഥമിക ജൂറി 2 സമിതികളായി തിരിഞ്ഞാണ് ചിത്രങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തുക. ഗാനരചയിതാവും കവിയുമായ ട്രാൻസ്പേഴ്സൺ ആദ്യമായി ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ്. സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക ജൂറിയിലെ 2 സബ് കമ്മിറ്റികളിലും ചെയർപേഴ്സൺമാരായിരിക്കും. അന്തിമ വിധി നിർണയ സമിതിയിലും ഇവർ അംഗങ്ങളാണ്. പ്രകാശ് രാജ് ചെയർമാനായ അന്തിമ ജൂറിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, സൗണ്ട് ഡിസൈനർ നിതിൻ ലൂക്കോസ്, തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് എച്ചുകാനം എന്നിവരാണ് അംഗങ്ങൾ. മത്സരിക്കാനെത്തിയ 128 സിനിമകളിൽ 53 ചിത്രങ്ങളും നവാഗതർ സംവിധാനം ചെയ്തതാണെന്നത് എടുത്തുപറയേണ്ട കാര്യമാണ്. ബറോസ് എന്ന ചിത്രത്തിലൂടെ നവാഗത സംവിധായകരുടെ പട്ടികയിൽ നടൻ മോഹൻലാലുമുണ്ട്. പണി എന്ന സിനിമയിൽ സംവിധായകനെത്തിയ സംസ്ഥാന പുരസ്കാര ജേതാവ് ജോജു ജോർജാണ് മറ്റൊരു പ്രതിഭ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.